മിക്കൂസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് അധികം പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാങ്ങാത്തര ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പഴുത്ത മാങ്ങ കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു സിമ്പിളായിട്ട് നമുക്ക് മാങ്ങ കിട്ടാത്ത സീസണിലൊക്കെ ഇതെടുത്ത് കഴിക്കുക, അങ്ങനെ പാകാക്കി വെച്ചാൽ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ തൊലി കളയുന്നുണ്ട് ഞാൻ. ചെത്തി കളയണമെങ്കിൽ ചെത്തി കളയാം, പക്ഷേ ഈ കാമ്പ് മാത്രമേ, ഇതിൻ്റെ ആ പഴുപ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ എത്ര കൂടുതൽ മാങ്ങ കിട്ടുന്നതെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ എല്ലാതിൻ്റെയും തൊലി കളഞ്ഞ് ഇതേപോലെ വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നമുക്ക് അതിൻ്റെ പഴുപ്പ് മാത്രം ചെത്തിയെടുക്കാം. കഷ്ണങ്ങളാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ. ഈ മാങ്ങ, പഴുത്ത മാങ്ങയ്ക്ക് പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത്. ഇതേപോലെ അടിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി ജസ്റ്റ് അതിൽ ഈർപ്പം ഒന്ന് കളയേ വേണ്ടുള്ളൂ. അതിൽ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല എന്നാലും. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല. മധുരം കുറവുണ്ട്, കുറച്ച് പുളി തോന്നുകയാണെങ്കിൽ നമുക്ക് മധുരം ഉപയോഗിക്കുന്നവർക്ക് മധുരം പഞ്ചസാര കുറച്ച് ചേർക്കാം. ഞാൻ അതിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഫ്ലേവറൊന്നും കിട്ടില്ല. ക്രഷ് ചെയ്ത കുരുമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, നൈസ് പൊടിയല്ല. അപ്പോൾ ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് അതിൻ്റെ മണം കൂടുതലായി ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് യഥാർത്ഥ മാംഗോയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കടിക്കുമ്പോൾ ഒരു ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കുരുമുളക് പൊടിച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈർപ്പം വെള്ളമയൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. കുറേ നേരമൊന്നും ഇതേപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ, മറ്റുള്ള പാത്രങ്ങളിലാവുമ്പോൾ ഒന്ന് പെട്ടെന്ന് അടി പിടിക്കുക. ഏത് സമയവും ശ്രദ്ധിച്ച് നോക്കണമെന്ന് മാത്രം. ഇതിലാവുമ്പോൾ കരിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് ഇതിൻ്റെ. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മിഠായിയുടെ എന്തിൻ്റെ ഒരു രുചി, നമ്മൾ പുളിമിഠായിയൊക്കെ വാങ്ങിക്കഴിക്കുമല്ലോ, അതിൻ്റെ പോലെ രുചി കിട്ടുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇതേപോലെ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ അധികം കട്ടിയില്ലാതെ, കാരണം ഈ മഴക്കാറ് കാണുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം കട്ടിയിലല്ല പരത്തിയിട്ടുള്ളത്. 2 പ്ലേറ്റിൽ ഞാൻ ഇതേപോലെ പരത്തി വെക്കുന്നുണ്ട്. നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കണത്. കുറച്ചും കൂടെ കട്ടി, നല്ല വെയിൽ കിട്ടുകയൊക്കെ ആണെങ്കിൽ നല്ല അത്യാവശ്യം കുറച്ചും കൂടെ കട്ടിയിൽ വെക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് വെയിലത്ത് കൊണ്ടു വയ്ക്കുകയാണ്. ഒരു ഉച്ചയാകുമ്പോൾ ഞാനൊന്ന് പോയി നോക്കുന്നുണ്ട്. ഉച്ചയാകുമ്പോൾ തന്നെ ഇത് ഈ സമയമായപ്പോഴേക്കന്നെ ഇത് ഉണങ്ങിയിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ മറ്റേ പാത്രത്തിലത്തെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് മോളെടുത്തത്. അവളത് പകുതി കഴിച്ചിട്ട് പോയി. നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട്. ഇത് കണ്ടോ, ഞാനിതിപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കൊണ്ടാണ്. അല്ല പ്ലേറ്റ് പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിതിൻ്റെ എടുത്താൽ കിട്ടും. സിമ്പിളാണ് ഇതൊന്ന് അടർത്തിയെടുക്കാൻ. വലിയ പ്രയാസമൊന്നുമില്ല. ഞാനിപ്പോൾ ഒറ്റ കൈ കൊണ്ട് ചെയ്യുകൊണ്ടാണത്. ഇതിലിപ്പോൾ ഈ കളറ് കാണുന്നത് കുരുമുളകിൻ്റെ പൊടി. അതൊരു കുരുമുളക് അതോ അധികം പൊടിയാതെ കിടക്കുന്നുണ്ട്, അതാണത്. കണ്ടോ, അത് മറച്ചിട്ടിട്ട് ആ പുറം നമുക്ക് നന്നായി ഒന്ന് ഉണക്കിയെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ചെറിയൊരു പാത്രത്തിൽ, നല്ല അടപ്പ് മുറുക്കുള്ള ഒരു പാത്രത്തിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 6 മാസം വരെയൊക്കെ, 6 മാസം വരെയൊന്നും അത് ഇരിക്കില്ല. കാരണം അപ്പോഴേക്കൊക്കെ കുട്ടികളെടുത്ത് തീർത്തോളും. അത് മഴക്കാലത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു പഴുത്ത മാങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു റെസിപ്പിയാണത്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ നല്ല പഴുത്ത മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കണ്ടോ, ഞാൻ വേറെ ഉണ്ടാക്കണുണ്ട്. അപ്പോൾ അതൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ